GHSS കല്യോട്ട് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് റെഡിമെയ്ഡ് യൂണിഫോം സ്കൂൾ അസംബ്ലി ഹാളിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. GHSS കല്യോട്ട് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് റെഡിമെയ്ഡ് യൂണിഫോം സ്കൂൾ അസംബ്ലി ഹാളിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ വരുമ്പോൾ അനിർവചനീയമായ ഒരു ആഹ്ലാദം എൻ്റെ ഉള്ളിൽ തിരയടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അനന്യമായ അല്ലെങ്കിൽ അന്യാദൃശമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരിടത്തും നടക്കാത്ത തരത്തിൽ ഒരു കലാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം, 2 ജോഡി യൂണിഫോം തുന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു എന്നുള്ള വളരെ വേറിട്ട ഒരു അനുഭവം. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഉപഡയറക്ടർ ശ്രീ TV മധുസൂദനൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. സ്കൂളിലെ പിന്നോക്ക വിഭാഗക്കാരായ കുട്ടികൾക്കായുള്ള ഒരു സാമ്പത്തിക സഹായവും മാഷ് ചടങ്ങിൽ വെച്ച് കൈമാറി. ഒരു സഹായവും അതോടൊപ്പം കുട്ടികളുടെ ചിന്തകളും കഴിവുകളും വരകളിലൂടെയും എഴുത്തിലൂടെയും പ്രദർശിപ്പിച്ച ചുമർ മാസികയുടെ പ്രകാശനവും നടന്നു. 2015-16 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയ തണൽമരവും ഇരിപ്പിടവും അതിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം സ്പോൺസർ ചെയ്തത് സ്കൂളിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷിയാണ്. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് സ്കൂൾ PTI പ്രസിഡന്റ് ശ്രീ T പുരുഷോത്തമൻ, സാഹിത്യ പ്രവർത്തകനായ വിനോദ് ആലന്തട്ട, സ്കൂൾ മദർ PTI പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ, വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് MK ബാബുരാജ്, സ്കൂൾ PTI വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ്, SMC ചെയർമാൻ ശ്രീ സജു ജോസ്, PTI എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുജോ കുറ്റാനിക്കാൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കഥയുടെ പൊരുൾ തേടി പ്രിയ കഥാകാരനോടൊപ്പം കുട്ടികൾ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. കുട്ടികൾ സാഹിത്യത്തെ സ്നേഹിക്കാനും അതിൽ നിന്ന് ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊള്ളാനും മാഷ് തന്റെ സൃഷ്ടികളും അനുഭവങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകി. സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് ശ്രീമതി ചിത്ര MK സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സീനിയർ അസിസ്റ്റന്റ് രവീന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.